കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ തലക്കോട് മേഖലയിൽ തെരുവ് നായ ശല്യം രൂക്ഷമാവുന്നു. 3 പേർക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നായയുടെ കടിയേറ്റത്. 2 വീട്ടമ്മമാർക്കും ഒരു വിദ്യാർത്ഥിക്കും നേരെയാണ് ഇന്നലെ തെരുവ് നായ്ക്കളുടെ ആക്രമണമുണ്ടായത്. പഞ്ചായത്തിന്റെ 12-ാം വാർഡ് കാഞ്ഞിരക്കാട്ട് ഓമന ഗോപാലൻ, ഇളമ്പക്കാട്ട് ഗൗരീശങ്കർ, 6-ാം വാർഡ് ചാരപ്പാട്ട് പുത്തൻപുരയ്ക്കൽ വിമല വേണു എന്നിവർക്കാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റത്. ഇവർ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ അലഞ്ഞു തിരിയുന്നത് പതിവാണെന്നും ഇക്കാര്യം പലതവണ പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രയോജനമുണ്ടായിട്ടില്ല എന്നുമാണ് നാട്ടുകാർ പറയുന്നത്. തെരുവുനായയുടെ ശല്യം കൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നേരമംഗലം മുതൽ തലക്കോട് വരെയുള്ള ഭാഗങ്ങളിൽ എന്നും മാറി മാറി പട്ടികളെ കാണുകയാണ്. ഒരു പട്ടിയല്ല, ഇഷ്ടംമാതിരി പട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അധികൃതരും വാർഡ് മെമ്പറും ഒക്കെ പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യങ്ങളും നടക്കണമെന്നില്ല. പഞ്ചായത്ത് അധികാരികൾ ഇവിടെ വന്ന് അതിനെപ്പറ്റി ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇനിയും ഞങ്ങൾ ഇതേപോലുള്ള ആളുകളെ കൊച്ചുങ്ങളെ ഇന്നലെ മുതൽ 3 പേരെ ഇന്നലെ പട്ടി പിടിച്ചു. 2 മാസം മുൻപ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി യോഗത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളതാണെന്നും സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് ഇതിന്റെ മുഖ്യ കാരണമെന്നും നായ്ക്കളുടെ വാക്സിനേഷനും വന്ധീകരണത്തിനും വേണ്ടി പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് നടപ്പിലാക്കാൻ പഞ്ചായത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ പറഞ്ഞു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ മേഖല ഉൾപ്പെടുന്ന തലക്കോട്, പുത്തൻകുരിശ്, നേര്യമംഗലം, വെള്ളാപ്പാറ ഇവിടെയൊക്കെ അതിരൂക്ഷമായ തെരുവ് നായ ശല്യമാണ്. ഇപ്പോൾ ഒരു 2 മാസമായിട്ട് ആളുകൾക്ക് ഒരു രീതിയിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെ 3 പേർക്കാണ് ഇന്നലെ ഒരു ദിവസം തന്നെ പട്ടിയിടിയേറ്റത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം തയ്യാറാക്കിയ പദ്ധതി ഇതുവരെയും കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടില്ല. ഇത് പഞ്ചായത്തിൻ്റെ ശക്തമായ അനാസ്ഥയാണ്. ഇപ്പോൾ വളരെ ഭീതിപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മളെ തേടിയെത്തുന്നത്. കാരണം വാക്സിൻ പോലും ഫലിക്കുന്നില്ല, വാക്സിൻ എടുത്ത മരണപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ആളുകൾ ആകെ ഭീതിയിലാണ്. വളരെ അടിയന്തരമായി ഈ അപകടകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ പിടിച്ച് വന്ധീകരണം നടത്തി അതിന് വേണ്ട സംവിധാനം ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറായില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് 1 മാസം മുമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗത്തിൽ ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചതാണ്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഇതിനൊരു അടിയന്തരമായ തീരുമാനം ഉണ്ടാകണമെന്ന് വളരെ കൃത്യമായി പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടതാണ്. നാളിതുവരെയും ഒരു നടപടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇത് ശക്തമായ അനാസ്ഥയാണ്. ഇതിനെതിരെ ബഹുജന പ്രക്ഷോഭം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. തെരുവ് നായ്ക്കളുടെ കടിയേറ്റ നിർധനരായ പാവപ്പെട്ട ആളുകളുടെ ചികിത്സാ ചെലവ് പഞ്ചായത്ത് ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.